അവിടെ നമുക്ക് ആ നഷ്ടപ്പെട്ട വസ്തു ഉണ്ടെന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ആ വസ്തു എന്താണെന്ന് പറയുന്നതിലാണ് ഒരു ജ്യോത്സ്യൻ്റെ മിടുക്ക്. അത് നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണെന്നും എങ്ങനെ നഷ്ടപ്പെട്ടു, അയാളുടെ ഓർമ്മക്കുറവ് കൊണ്ടാണോ, ഏഴാം ഭാവം എവിടെ പോയി നിൽക്കുന്നു, ഇതെല്ലാം വെച്ചാണ് നമ്മൾ ആ നഷ്ടപ്രശ്നം ചിന്തിക്കുന്നത്. സരിത മാഡം, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. ജ്യോതിഷത്തിൻ്റെ മേഖലയിൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ താങ്കൾ. നഷ്ടപ്രശ്നം, അതായത് നമ്മളൊരു വസ്തു നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം, അത് ജ്യോതിഷത്തിൽ അതെങ്ങനെയാണ് സാധിക്കുക? അതായത് ആരൂഢം വെച്ചാണ് നമ്മൾ ഏത് പ്രശ്നവും എടുക്കുന്നത്. നഷ്ടപ്രശ്നം തന്നെയല്ല, മൊത്തത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എടുക്കുന്നത് നമ്മൾ. പക്ഷേ എത്രാം ഭാവം കൊണ്ടാണ് ഓരോ പ്രശ്നങ്ങളും ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നഷ്ടപ്രശ്നം നമ്മൾ ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ട്, അതായത് സപ്തമം കൊണ്ട് നഷ്ടപ്രശ്നം നമുക്ക് ചൊല്ലാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഏഴാം ഭാവം എവിടെ പോയി നിൽക്കുന്നു, ഇതെല്ലാം വെച്ചാണ് നമ്മൾ ആ നഷ്ടപ്രശ്നം ചിന്തിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ കാരകന്മാരുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പറയാം. ഒരു വ്യക്തി വന്നിട്ട് പറയാം എൻ്റെ ഒരു സാധനം നഷ്ടപ്പെട്ടു എന്ന് പറയാം. അയാൾ സാധനം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജ്യോത്സ്യന് വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച് പറയേണ്ടതാണ് അത് എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഏഴാം ഭാവത്തിൽ ഏത് ഗ്രഹം നിൽക്കുന്നു, ഏഴാം ഭാവാധിപൻ ഏത് ഇതിൽ പോയി നീചം ചെയ്ത് നിൽക്കുന്ന രാശിയുടെ അധിപൻ എവിടെ നിൽക്കുന്നു, അവിടെ നമുക്ക് ആ നഷ്ടപ്പെട്ട വസ്തു ഉണ്ടെന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ആ വസ്തു എന്താണെന്ന് പറയുന്നതിലാണ് ഒരു ജ്യോത്സ്യൻ്റെ മിടുക്ക്. അപ്പോൾ നമ്മൾ അതെന്താണ്, പലതും ആകാം. കാരണം പണ്ട് നമ്മൾക്ക് സ്വർണമോ വീട്ടിലെ പ്രമാണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരുപാട് ഡോക്യുമെൻറ്റ്സായി. ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാവർക്കും ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, അങ്ങനെ ATM കാർഡുകൾ, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ്. പിന്നെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖല, ഡിപ്ലോമയായിട്ടും ചെറിയ ചെറിയ കോഴ്സായിട്ടും ഒക്കെ ചെയ്ത് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് എല്ലാവരുടെയും കയ്യിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു നല്ല ജ്യോത്സ്യൻ്റെ ഇത്. അതുപോലെ തന്നെ അത് നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണെന്നും എങ്ങനെ നഷ്ടപ്പെട്ടു, അയാളുടെ ഓർമ്മക്കുറവ് കൊണ്ടാണോ, ശ്രദ്ധക്കുറവ് കൊണ്ടാണോ, അതോ ആരെങ്കിലും എടുത്തോണ്ട് പോയതാണോ, മോഷണം പോയതാണോ. കൂടെ താമസിക്കുന്നവർ ചിലപ്പോൾ ഒരു പക്ഷേ അത് എടുത്തു മാറ്റിയതാകാം, നമുക്ക് പറയാൻ പറ്റില്ല. പലരും ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ട്. കുട്ടികളായാൽ വീടുകളിൽ തന്നെ ഡോക്യുമെൻറ്റ്സ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കാർ വരാം, പരിചയക്കാർ വരാം, പിന്നെ നമ്മളിത് കൊണ്ട് നടക്കുന്ന വഴിയിൽ പോകാം. ഇപ്പം നമ്മളൊരു ബാങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയേക്കുന്നു, ആ സമയത്ത് നഷ്ടപ്പെട്ട. അപ്പോൾ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു, ഞാനത് അറിയില്ല, എനിക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു, അത് എവിടെ ഉണ്ടാകാം എന്ന് ചോദിച്ചു വരുന്നത് വളരെയധികം ആൾക്കാർ നമ്മളുടെ അടുത്ത് വരുന്നതാണ്. എങ്ങനെ വന്നാലും ഒരാഴ്ചയിൽ ഒരു 3-4 നഷ്ടപ്രശ്നം എന്ന് പറയാം ഇപ്പോൾ നമ്മൾക്ക്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഏഴാം ഭാവാധിപൻ എവിടെ നീചം ചെയ്തു, ആ നീച ക്ഷേത്രത്തിൻ്റെ അധിപതി എവിടെ നിൽക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ ദിക്കുകളുണ്ട്. പിന്നെ ഓരോ രാശിക്കും നമുക്ക് എന്താ പറയുക, അതിന് രാശിയുടെ ആ സ്വഭാവം അനുസരിച്ച് നമുക്ക് പറയാം ഇന്ന സ്ഥലത്തത് ഉണ്ട്. പിന്നെ ഇവരുടെ അടുത്ത ചോദ്യം നമുക്കിപ്പോൾ ബുധനെ കൊണ്ട് നമുക്ക് പ്രമാണങ്ങൾ ചിന്തിക്കാം, ശുക്രനെ കൊണ്ട് നമുക്ക് വെള്ളി വെള്ളോട് വിളങ്ങും എന്ന് പറയാം. അപ്പം ശുക്രനെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം, അതുപോലെ കുജനെ കൊണ്ടും നമുക്ക് സ്വർണം ചിന്തിക്കാം, വ്യാഴത്തെ കൊണ്ടും നമുക്ക് സ്വർണം, പണം, ഇതെല്ലാം ചിന്തിക്കാം. പിന്നെ ഏഴാം ഭാവം കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചിന്തിക്കും. അതായത് മൊബൈല്, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ മൊബൈൽ നഷ്ടപ്പെടാം. അപ്പോൾ ആ മൊബൈൽ ആര് കൊണ്ടുപോയി എന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം നമ്മൾക്ക് പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ എടുത്ത ആരൂഢത്തിൻ്റെ 3, 6, 8, 12 ഭാവങ്ങളിലൊക്കെ ചന്ദ്രൻ നിന്നാൽ ഈ എടുത്തു കൊണ്ടുപോയ വ്യക്തിയെ ഇയാൾ സംശയിക്കുന്നു എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഏത് വ്യക്തിയാണെന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇന്ന ഭാവബന്ധം വന്നാൽ നമുക്ക് അകത്തുള്ള ആൾ തന്നെയാണെന്ന് പറയാം. മനസ്സിലായോ? അതിൽ 11-ാം ഭാവം, അപ്പോൾ പുറത്തുള്ള, അപ്പോൾ നമുക്ക് അകത്തുള്ള കള്ളനെ പുറത്തുള്ള കള്ളനെ നമുക്ക് ഒരു പ്രമുഖ ജ്യോത്സ്യന് കണ്ടുപിടിക്കാൻ പറ്റും അതെവിടെ നിൽക്കുന്നു. പിന്നെ ഇത് കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഈ നഷ്ടാർത്ഥ ഭാവാധിപന് വ്യാഴബന്ധം വരിക, ആരൂഢാധിപനോട് ബന്ധം വരിക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ സാധനം
തിരിച്ച് കിട്ടും എന്ന് പറയാം. അതല്ല ഇതെല്ലാം ഷഷ്ടാഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയും, വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾക്ക് ഇതിന് രൂപാന്തരം പ്രാപിച്ചെന്ന് പറയാം. മനസ്സിലായ ചില സ്വർണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഇത് വേറെ രൂപത്തിലേക്ക് മാറി എന്ന് പറയാം. പിന്നെ ഒരു സാധനങ്ങൾ അവരെടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ, അതുപോലെ പൈസയാണെങ്കിലും അത് വേറെ രൂപത്തിലേക്ക് മാറി എന്ന് നമുക്ക് പറയാം. അപ്പം അത് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥ നമുക്ക് പറയാം. അപ്പം അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്, അപ്പോൾ കിട്ടാനുള്ളതായ പരിഹാര മാർഗങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാം, കിട്ടും എന്നുള്ളതാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്, എന്നാലും ശ്രമിച്ചു നോക്കൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നന്ദി മാഡം. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.